ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്നതിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കോളേജിലെ വിദ്യാർത്ഥിനികളുടെ കണക്കെടുക്കാനാണ് നിർദ്ദേശം. കൊളീജിയേറ്റ് വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. 7 ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട് എന്നാണ് പ്രാഥമികമായ കണക്ക്. പദ്ധതി കനത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമോ സംസ്ഥാനത്തിനാകെ എന്ന ആശങ്കയുണ്ട്. പക്ഷേ എങ്കിലും അങ്ങേയറ്റം മികച്ച ഒരു പ്രഖ്യാപനമാണ്. ഒരുപാട് കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. എന്താണ് അതിൻ്റെ പ്രാഥമിക നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? എപ്പോഴേക്ക് ഇത് നടപ്പിൽ വരുത്താനാകുമെന്നാണ് വിചാരിക്കുന്നത്? സനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് UDF പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ മാസം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉടനീളമുള്ള കോളേജുകളിലെ വിദ്യാർത്ഥിനികളുടെ കണക്കെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോളേജിയേറ്റ് ഡയറക്ടറായിട്ടുള്ള സ്നേഹിൽ കുമാർ സിംഗിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ 14 സർവകലാശാലകളാണുള്ളത്. ഈ എല്ലാ സർവകലാശാലകൾക്കും കീഴിലുള്ള കോളേജുകളിലെ വിദ്യാർത്ഥിനികളുടെ ആകെ കണക്കെടുത്ത് അത് സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറാനാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചിത സമയം പറഞ്ഞിട്ടില്ല. അടിയന്തരമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. നിലവിലെ കണക്കുകൾ പ്രകാരം 7 ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾ സംസ്ഥാനത്തുടനീളം പഠിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ മാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകുമ്പോൾ 70 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥ വൃത്തത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ കണക്ക് വന്നാൽ മാത്രമായിരിക്കും എത്ര രൂപയായിരിക്കും സംസ്ഥാനത്തിന് അധിക ബാധ്യത വരിക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സനീഷ്.